ഡൽഹി നഗ്ലോയിൽ പോലീസുകാരനെ കാർ ഇടിച്ചു കൊന്നു എന്നൊരു വാർത്ത വരുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനാണ് കൊല്ലപ്പെട്ടത്. വാഹനം നീക്കാൻ ആവശ്യപ്പെട്ടതിൽ പ്രകോപിതനായ ഡ്രൈവർ കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. 10 മീറ്റർ പോലീസുകാരനെ വലിച്ചിഴച്ചു. കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡ്രൈവർ ഒളിവിലാണ്. വിവരങ്ങളുമായി ആദിൽ പാലോട് ചേരുന്നു. ആദിൽ പാലോട്, എപ്പോഴാണ് ഈ സംഭവം? ഇപ്പോൾ ഞങ്ങൾ കത്രിക്കടവിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തേ ഉള്ളൂ. ഒരു സാധാരണ പെട്രോൾ പമ്പുകാരനെ ഒരു ഫോർച്യൂൺ കാറിൽ വന്ന ചങ്ങാതി അടിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്. ഇത് ഏത് കാറിലാണ് വന്നിരിക്കുന്നത്? എന്തായിരുന്നു പ്രകോപനം? ഇത് ദില്ലിയിൽ നഗലോയ് എന്ന് പറയുന്ന ഭാഗത്താണ് സംഭവം. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് ഈ നടുക്കുന്ന ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. നഗലോയ് പോലീസ് സ്റ്റേഷനിലെ പോലീസ് കോൺസ്റ്റബിളാണ് ഈ കൊല്ലപ്പെട്ട പോലീസുകാരൻ. നേരത്തെ തന്നെ ഒരു കൃത്യമായ വിവരം ലഭിക്കുന്നു. ഈ ഒരു അനധികൃതമായി മദ്യം വിൽക്കുന്ന ഒരാൾ മദ്യം സൂക്ഷിക്കുന്ന വാഹനവുമായി കാറുമായി ഈ ഭാഗത്തുകൂടി വരികയാണെന്നൊരു വിവരം പോലീസുകാരന് ലഭിക്കുന്നു. വാഗണർ കാറായിരുന്നു. ഇത് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഈ വാഹനം തടയാനായി നിർത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് അതിന് മുന്നിലേക്ക് ചെല്ലുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ. പക്ഷേ വാഹനം നിർത്താതെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഇടിച്ച് തെറിപ്പിച്ച് ഒരു 10 മീറ്ററോളം ദൂരം അടുത്തൊരു വാഹനത്തിൽ മുട്ടി നിൽക്കും വരെ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ചുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ള നടുക്കുന്ന വാർത്തയാണ്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് സംഭവം. അപ്പോൾ തന്നെ ആളുകൾ കൂടുന്നതിന് മുൻപ് തന്നെ ഈ ഇതിലുണ്ടായിരുന്ന കാർ ഓടിച്ചിരുന്ന പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വാഗണർ കാർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. തിടുക്കപ്പെട്ട അന്വേഷണങ്ങൾ ഇപ്പോൾ ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നടുക്കുന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത്. ദൃശ്യങ്ങൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ നന്നായിരിക്കും എന്ന് പറഞ്ഞത്. ആ ദൃശ്യങ്ങൾ കാണാം. അത്രയും ക്രൂരമായൊരു ദൃശ്യമാണ്. 10 മീറ്ററോളമാണ് പോലീസുകാരനെ ഒരു കാർ ഇടിച്ച് തെറിപ്പിച്ചിരിക്കുന്നത് എന്നാണ്. നമ്മുടെ ചുറ്റിലും മനുഷ്യർക്ക് എന്തു പറ്റി എന്നുള്ളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യനെ കൊല്ലാനും ആ മനുഷ്യനെ പോയി അടിക്കാനും കാറ് കൊണ്ടിടിച്ച് 10 മീറ്ററോളം ദൂരം വലിച്ചിഴയ്ക്കാനും അങ്ങനെ കൊലപാതകം നടത്താനും ഒക്കെ എന്തു പ്രകോപനമാണ് വേണ്ടത്, അല്ലേ? ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പ്രകോപനം ഉണ്ടാവുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ക്ഷമയൊന്നുമില്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവർ നമ്മൾ നിൽക്കുന്നത്. ആദിൽ പാലോടാണ് ഇപ്പോൾ ഈ വാർത്താ പ്രേക്ഷകരുമായി പങ്കുവച്ചിരിക്കുന്നത്.